ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ നമ്മുടെ തൈപ്പൂയത്തിന് ആഘോഷ പരിപാടികളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ തൈപ്പൂയായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇൻട്രോ എടുക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ തൈപ്പൂയായിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. തലേദിവസം തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ഉച്ചക്കലത്തെ ഊണ് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകുന്നേരത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോരാനായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മേനെയും ചേട്ടന്മാരും അതേപോലെ തന്നെ ചിക്കുനെയും അതുനെയും കുഞ്ഞാമേനെയും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അതാണ് നമ്മുടെ തൈപ്പൂയ വിശേഷങ്ങൾ. അതിനിടയ്ക്ക് നമ്മൾ പൂയം കാണാൻ പോയി, വൈകുന്നേരം വെടിക്കെട്ടൊക്കെ കാണാൻ പോയിട്ട് ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ദിവസം തന്നെയായിരുന്നു എല്ലാവരും കൂടി ഉണ്ടായിട്ട്. അപ്പോൾ എന്തായാലും കണ്ട് എൻജോയ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ തലേദിവസം വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്പലപ്പറമ്പിൽ കണ്ട കാഴ്ചകളാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളടുത്തുള്ളൊരു വായനശാല ഗ്രൗണ്ടിൽ ഇതേപോലെ കുറേ കാവടികളൊക്കെ വെച്ചിട്ട് ആടും. അപ്പോൾ കുറേ പേര് വന്ന് കാണും. ഞാനൊക്കെ ആദ്യം ഇങ്ങനെ കാണാൻ പോയിട്ടൊക്കെയുണ്ട്. പിന്നെ അവിടെ അതൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വരാണ് പതിവ്. ഇപ്രാവശ്യത്തെ ഫുഡില്ല, പക്ഷേങ്കിലും കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കാവടിയൊക്കെ പുതിയ സെറ്റ് കാവടിയാണ്. പൂയത്തിന് ഒന്ന് രാവിലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാവടി പോണതായിട്ടോ. നമ്മുടെ ശാഖര കാവടി പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ ചായ കുടിക്കുകയായിരുന്നു. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ കാവടി പോണ സൗണ്ട് കേട്ടിട്ട് വന്ന് നോക്കിയപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് നേരം നിന്നൊന്ന് കൊട്ടും ചെറുതായിട്ട് നാടൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇതേപോലെ പോവും. അതൊക്കെ ആണെങ്കിൽ ഞാനും അമ്മയും ഈ കാവടിയുടെ പിറകിൽ പോയിട്ട് പാലപ്പെട്ടി അമ്പലത്തിൽ കയറി തൊഴുത് പിന്നെ നേരെ എടമുട്ട അമ്പലത്തിൽ കയറാനാണ് പതിവ്. വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് തൈപ്പൂയാണ്. ഇന്ന് തൈപ്പൂയായിട്ട് നമ്മൾ കാലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 5 ചേച്ചിയുടെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 6 ക്ഷണിച്ചിട്ടുണ്ട്, പണിക്കാട്ടിലെയും അതേപോലെ തന്നെ ചിക്കുവിനെയും കുഞ്ഞാവനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എണീറ്റ് കുറുക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതാ കുളിക്കണ ഒരു പരിപാടി ഉണ്ട്, മേക്കപ്പ് ഇടുന്ന കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. 5 ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. ഇവിടെ ആണെങ്കിൽ റോട്ടിൽ കൂടെ ശരി ഞാൻ മറക്കാം, റോട്ടിൽ കൂടെ കുറച്ച് കാവടി സംഭവങ്ങളൊക്കെ പോയി. അപ്പം അതൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തു. ആദ്യമായിരുന്നെങ്കിലും ഞാനും അമ്മയൊക്കെ പോവായിരുന്നു. ഇതിൻ്റെ പിന്നാലെ പോവും, പാലപ്പെട്ടിൽ കയറും. അതിനുശേഷം ഇടമുട്ട അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെയാണ് കാവടി കാണാനായിട്ടൊക്കെ നിൽക്കുക. ഇപ്പം സമയം ഇല്ലാത്തത് കൊണ്ടൊക്കെ നമ്മൾ നേരെ കാവടി കാണാൻ പോകുന്നു അമ്പലങ്ങളിലേക്ക്. പിന്നെ ഒരു ദിവസം തിരക്കില്ലാത്ത ദിവസം പോകുന്നു, കാരണം ഇവരെയും കൊണ്ട് പോക്ക് നടക്കില്ല. പിന്നെ ഇപ്പം എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്ന് അമ്പലത്തിൽ പോയത്. അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. ചെറിയൊരു ആക്സിഡൻറ്റ്. നിഖിലേ, അച്ഛാ നിഖിലേ,
ദിവസം പരിപാടി എവിടെ എടത്തിട്ട പരിപാടി കാറാ കാറ് കാറ് തൈരോ ഞാൻ ഉള്ളിൽ പാറുടെ കൈവട്ടമാര് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ചടപടാനായിരുന്നു. കാരണം അതേ വിഷ്ണു മേമ വന്നു. അതിനുശേഷമാണ് നമ്മൾ ചായ കുടിച്ചത്. പിന്നെ ഇവരൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് ചേച്ചി മക്കളും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നത്. അജി ഇത് ഇപ്പൊ വിളിച്ച് വെച്ചോളൂ രഗിൽ ചേട്ടൻ്റെ എത്തിയില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവിടെ എല്ലാവരും എത്തിന്ന് തോന്നുന്നുണ്ട്. നമ്മളായിരിക്കും മിക്കതും ലാസ്റ്റ്. അങ്ങനത്തെ വാനരന്മാരൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇവിടെ 17 എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ്ട് വിഷ്ണു മേമയുടെ മോനാണ്. അപ്പോൾ അവൻ പൂയം കാണാൻ വരുന്നു പറഞ്ഞിട്ട് അവൻ്റെ മേമ വന്നിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ വിഷ്ണുവിനെയും കൊണ്ട് പോവാണ് കേട്ടോ. പിന്നെന്താ അവിടെ ഇപ്പോൾ അച്ഛനമ്മ എത്തിയിട്ടുണ്ട്. ചിക്കു അത് എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരം വൈകില്ലമ്മേ. പിന്നെ എനിക്കറിയാമായിരുന്നു ടൂ വീലർ ആരെങ്കിലും വിടാം. ചേച്ചിന്റെ അമ്മതേ വരും. ബീഫ് പരിപാടിയാണ്. നമ്മുടെ കണ്ണെന്തൊത്തി എല്ലാത്തിന്റെ കണ്ണീന്ന് ഒന്നായിട്ട് വെള്ളം ഒലിച്ചോണ്ടിരിക്കുക. പനിക്കല്ലടാ മറ്റേ. അതെ അച്ഛമ്മ കണ്ടാണോ? അച്ഛമ്മ സുന്ദരി ഒന്ന് അച്ഛമ്മ അച്ഛൻ്റെ പോകാനാണ്. സുന്ദരിക്ക് വയ്യ. സുന്ദരി കാശുകുട്ടാൻ്റെ പറ്റിന്നല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ എന്റെ പറ്റിയടി ആ കണ്ടു കണ്ട അമ്മ കണ്ടു. ആൾക്കാര് പറഞ്ഞ് കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുത്. അപ്പോൾ പൂയായിട്ട് അടുപ്പിച്ച ചുരിദാറിന് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒന്നും കൂടി എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇടമൂട്ട തന്നെ കൊടുത്തുകൊണ്ട് ചേച്ചി അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് കൊണ്ടുചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ നിഖിൽ ചേട്ടനെ വിടണം. അപ്പോൾ ഞാൻ അഞ്ജു ചേച്ചിയുടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടിരിക്കട്ടെ. ഇവന്മാരാണ് ഇതേ സ്വിച്ചിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിച്ചിട്ട് പോരണില്ല. അപ്പോൾ നല്ല ചീത്ത പറഞ്ഞ 3 എണ്ണത്തിനെ വലിച്ചടച്ച് ഹോളിൽ കൊണ്ടിടാറാണ് പതിവ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് കാണുമ്പോൾ അപ്പം അവർക്ക് ഇടണം. അതവർക്ക് അറിയാം. എന്നോ പ്രാവശ്യങ്ങൾ ഇതേപോലെ കാണിച്ചു കൊടുത്തേ പിന്നെ ഇത് തന്നെയാണ് പതിവ്. പിന്നെ പണിക്കാട്ടിൽ താഴെ സ്വിച്ചില്ലാത്തൊരു ഭാഗ്യമാണ്. ചേച്ചിയാണ് ഇതിൽ ക്യാപ്സിക്കം ഇടും, ചീസ് ഇടും, പിന്നെ ബേബി കോൺ ഇടും. ബീഫുണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, ഇഡലി ഉണ്ട്, ചായ ഉണ്ട്, ചേച്ചി ഉണ്ട്, വിഷ്ണു ഉണ്ട്, നീലേട്ടനുണ്ട്. ഞാനിപ്പോൾ ചേച്ചിനോട് ധാര വെച്ചത് എങ്ങനെയാണ് വെച്ചതൊക്കെ പറഞ്ഞ് ചെറിയ കുറ്റവും കുറവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ടാ അപ്പോൾ ചേച്ചി അപ്പോൾ കുളിക്കാൻ പോകണുള്ളൂ. അഞ്ചു ചേച്ചി കുളിക്കാൻ പോകണുള്ളൂ. ഇത്ര നേരമായിട്ട് കൈസ് പണി എടുത്ത് ക്ഷീണിച്ചു. നമ്മളെ കുഞ്ഞാവരെ എത്തിയിട്ടുണ്ട്. അവൻ്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. അത് ചേച്ചി കുളിക്കാൻ പോകുന്നിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളിവിടെ നല്ല ചായ കുടിക്കലാണ്. ബീഫ് ഉള്ളതുകൊണ്ടും ഇഡ്ഡലി നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബീഫ് വെച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞു. വിഷ്ണുചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. വിഷ്ണുചേട്ടൻ കുറേ നാളായിട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടല്ലേ. പിന്നെ കുട്ടിയേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരായിട്ട് വാശിയും വേഷം കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് നീരടക്കമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു വേഷം കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതേ കുഞ്ഞാവയും ഇംഗ്ലീഷാനും എൻ്റെ ചുരിദാർ കൊണ്ടുകൊടുക്കാൻ പോയത് കേട്ടോ. പിന്നെ തൊട്ട് ആ ചിക്കും അതും എത്തിയിട്ടില്ല. അവർ ഓൺ ദ വേ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റെഡി ആയിട്ട് നമുക്ക് എന്തായാലും പൂരപ്പറമ്പിക്കൊന്ന് പോകാം. ലീലമ്മ അപ്പം നമ്മളോട് കൂടെ പോന്നിരുന്നില്ല. ലീലമ്മയ്ക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു വൈകിട്ടത്തെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദേ വിഷ്ണുവിനെ പറഞ്ഞയക്കാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചുരിദാർ റീസ്റ്റിച്ചൊക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാവരും റെഡിയാണ്. ഇനി അമ്മേനെ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാം. നല്ല ഉച്ചയാണ്, അതായത് നല്ല വെയിലാണ്. പിള്ളേർക്ക് ഏകദേശം ചെറുതായിട്ട് മൂക്കിന്നൊക്കെ ഒലിപ്പുണ്ട്. പോയി വരുമ്പോഴേക്കിനി എന്തായാലും
തീരുമാനമോ അതിന്. ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടാ. ആ വന്ന് ഒരു 11:30 മണിയായപ്പോൾ 12 മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി പൂയം കാണാൻ വേണ്ടിയിട്ട്. ഒട്ടും വെയിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ തല ഒട്ടും പൊട്ടിത്തെറിക്കൊന്നുമില്ല. സിജി അമ്മ കുറച്ച് കുടകളൊക്കെ എടുത്ത് കൈപിടിച്ച് മഞ്ചേച്ചി പുച്ചിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ അമ്മ കുട നീട്ടിപ്പിടിക്കാൻ നമ്മുടെ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും എന്നാലും അമ്മ പാവം 3 കുട കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കാറിലും 2 വീലറായിട്ടായിട്ട് അപ്പം പോകാൻ വിചാരിച്ചിരിക്കുന്നത്, കാരണം ഇത്രയും പേരില്ലേ. പിന്നെ ആദ്യം ചിക്കു അവിടെ അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ എല്ലാവരും സുന്ദരന്മാരായിട്ട് അടിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഇത് കാശിയിൽ പുതിയ ചെരുപ്പാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കാശി. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പണി സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്, മരങ്ങളൊക്കെ വെട്ടിപ്പോയിട്ട്. പിന്നെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്തുട്ടാ നല്ല വെയിലുണ്ട്, പിള്ളേരെയും കൊണ്ട് എടുത്തു പോകേണ്ട കാര്യം കഷ്ടം തന്നെയാണ്. ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് കുട കൊണ്ടുവന്നതിൻ്റെ ഉപകാരം. പാവമ്മേനെ ഞങ്ങളെല്ലാവരും കൂടി പുച്ഛിച്ചതാണ്. പക്ഷേ കുട ഇല്ലാണ്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ബാക്കിൽ തുണി കൊടുത്തില്ല. സംഭവം കളറായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. ജനമഹാസമുദ്രമാണ്. കുറേ കാവടികളുണ്ട്, 4 സെറ്റ് കാവടികൾ, എത്ര സെറ്റ് കാവടികളൊക്കെ ഉണ്ട്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. പിന്നെന്താ ഞങ്ങളൊരു തണല നോക്കി നിൽക്കുകയാണ്, ഒരു കടയുടെ തണലിൽ നിൽക്കാറുണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്, പിന്നെ കുടയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ പോപ്പപ്പ് എന്താ പറയാന്ന് എനിക്കറിയില്ല, ഈ പോപ്പപ്പ് എന്നല്ല പറയാം. ഇത് നല്ല ഭയങ്കര രസമായി തോന്നിയിട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ അത് അടിപൊളിയായിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഇതെന്താ പറയാന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയൊരു സംഭവം വരുമ്പോൾ, ഉത്സവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മീറ്റിംഗ് സമ്മേളനമൊക്കെ വരുമ്പോൾ ഈ ഒരു സംഭവം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് സ്ലോ മോഷനിൽ നിഖിൽച്ചാട്ടൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പൂയം കാണാനായിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമായിരുന്നു. അതിനിടയിൽ കൂടെ ഒന്ന് തണൽ നോക്കി അവിടെ ഒന്ന് ചെന്ന് നിന്നും. പണ്ടത്തെ പോലെ അല്ലല്ലോ, പിള്ളേരൊക്കെ ആയില്ലേ ഗൈസ്.
അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. യുദ്ധമൊക്കെ കഴിഞ്ഞു. കാരണം നല്ല വെയിലായിരുന്നു, പിന്നെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ ഞങ്ങൾ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചെക്കന്മാർക്ക് ആണുങ്ങൾക്ക് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ടേബിളിൽ പ്ലേറ്റൊക്കെ. അവരാദ്യം അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പിള്ളേർക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് അവരെ പിള്ളേരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങളും കഴിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ഫുഡ് കൊടുക്കുന്ന കേസ് പറയാതിരിക്കുന്നതാട്ടോ നല്ലത്. കാരണം എൻ്റെ തലേന്ന് കിളി പറന്നു പോകും. ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലോ 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 വിഷ്ണു അവനെന്താ ചെയ്യണം നോക്കിയേ. അമ്മനെന്താ ചെയ്യണേ അവൻ? വിഷ്ണു അമ്മ വീട്ടിലെ നന്നായിട്ട് നീ കെട്ടി വെച്ചിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ബോയ്സ് ടീം ഇരുന്നിട്ടുണ്ട് ഒരു കാച്ചാൻ വേണ്ടിയിട്ട്, തട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിരിയാണി ഉണ്ട്, അതേപോലെ തന്നെ ബീഫ് കറി ഉണ്ട്, പിന്നെ സലാഡ് ഉണ്ട്, അച്ചാറുണ്ട്, ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല കിണ്ണം കാച്ചലാണ് എല്ലാവരും. അതേ കണ്ടില്ലേ കഴിച്ചത്. നിഖിൽ ചേട്ടൻ്റെ പ്ലേറ്റിലത്തെയാണോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയുള്ള പ്ലേറ്റിലത്താണ് എല്ലാണെന്ന് എനിക്കറിയില്ല. അവർ ഭക്ഷണം കഴിച്ച് അപ്പോൾ പിള്ളേർ അവൽ കൊടുത്തിട്ട് ഞങ്ങളും കഴിക്കാനിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കറികളും ബിരിയാണിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പൂരപ്പറമ്പിൽ പോകാനായിട്ട് റെഡി. പൂരൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നടക്കടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ റെഡി ആവുന്നുള്ളൂ അല്ലേ? വേഗം ആവട്ടെ. അവിടെ ചെല്ലുമ്പോഴേക്ക് ഇനി ലീലമാനി ശരി. അച്ഛാപ്പ അവളെ കാണാട്ടാ. അമ്മ അതിന് ലേറ്റ് ആവാൻ നിക്കണ്ട. ശരിട്ടാ. വെടിക്കെട്ട് കാണാൻ ഞങ്ങൾ മാത്രമായിട്ടാണ് പോണത്. അപ്പോൾ രണ്ടച്ഛന്മാരും രണ്ടമ്മമാരും നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും നമ്മളൊരു കാറിലാണ് പോണത്. ഒരു 2 വീലറിൽ അവരും വരും, 2 ചെക്കന്മാരും വരും. വെടിക്കെട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി തുടങ്ങി. അപ്പോൾ അതിനേക്കാളും വലിയ തിരക്കായ റോട്ടിൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അപ്പോൾ കാറും കൊണ്ട് അതിലെ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം നിന്നിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. പോണ വഴിക്ക് നമ്മൾക്ക് ഒരു സ്ഥലത്ത് കയറിയിട്ട് പൊറോട്ടയും ചപ്പാത്തിയും അതുപോലെ തന്നെ പത്തിരിയൊക്കെ വാങ്ങിക്കാനുണ്ട്. വീട്ടിൽ ബീഫ് കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനുണ്ട്. ഇതൊരു സ്ഥലത്ത് ഒരു കടയിൽ നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിഖിൽ ചേട്ടൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഇടമുട്ടം പടിഞ്ഞാറ് ഭാഗത്തുള്ളൊരു കടയിൽ തന്നെയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അച്ഛനമ്മയൊക്കെ. കണ്ടിട്ടാണ് പോകുന്നത്. 8 മണിയായി തണ്ടലഴിച്ചു വേണ്ട. അത് ഉറങ്ങുകയും ചെയ്തല്ലേ. അവനെ പോവേനല്ല ആരെയും ആകെ ഭ്രാന്തായി പോയി. അങ്ങനെ കണ്ടിട്ട് എന്ത് കാര്യം? അവളെ കയ്യിലാണെങ്കിൽ അതിന് ഉറങ്ങി. നല്ല രസമായി. വെടിക്കെട്ട് അടിപൊളിയായിരുന്നു. സൂപ്പർ. ഈ പ്രാവശ്യം താലപ്പൊലി കാര്യം സൂപ്പർ വെടിക്കെട്ടാണ്. അങ്ങനെ പെട്ടെന്ന് അവിടെയാണ് പെട്ടെന്ന്
ക്ലച്ചില്ലേ ക്ലച്ചൊന്ന് നോക്കി ഭയങ്കര ടൈറ്റാണ് നോർമൽ ഓടിച്ചിട്ടൊന്നും കുഴപ്പമില്ല എനിക്കൊരു കുറച്ച് തന്നാ മതി ഇവിടെ പാല് ബൂസ്റ്റ് ഇട്ടിട്ട് ചായ ആരുടെ വെച്ചെടുത്ത് അല്ലൂണോ ഞങ്ങൾ വരലേക്കാളും മുന്നായിട്ട് അമ്മ പൊടിയിരിക്കഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അതേ ബീഫ് കറിയിൽ കുറച്ചും കൂടിയും കുരുമുളക് പൊടി വേണമെന്ന് ഞാൻ ഒരു സജഷൻ പറഞ്ഞപ്പോൾ അമ്മ അത് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്തൊക്കെ എല്ലാവരും ഇരിക്കുകയാണ്. നമ്മൾ റയറായിട്ടാണ് കുറേ പേര് നിറഞ്ഞ് നമ്മളെ വീട്ടിൽ കാണുള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ. കുറച്ച് പേര് പുറത്തിരിക്കുന്നുണ്ട്, അവരൊക്കെ ഓരോ കഥകൾ പറയുകയാണ്. നല്ല രസമാണ് ഇവരെ കഥകളൊക്കെ, തള്ളു കഥകളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട്. അങ്ങനത്തെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. സലാഡും ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം കണ്ണച്ചനും അതുപോലെ തന്നെ കുട്ടനും അമ്മമാർക്കും കുടിക്കാണ് കേട്ടോ. കാരണം അച്ഛന് പിറ്റേ ദിവസം ഞായറാഴ്ച ആയിരുന്നല്ലോ ഉത്സവം, പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു ഉത്സവം. അപ്പോൾ ശനിയാഴ്ച എന്തായാലും അച്ഛനെ കട തുറക്കണം. അപ്പോൾ അവരൊക്കെ വിളിക്കുക. അതേപോലെ തന്നെ അമ്മയ്ക്ക് സിജി അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോകണം. അപ്പോൾ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് അവരൊക്കെ വിളിക്കുകയാണ്. മാർച്ച് 8 ആവുള്ളായിരുന്നു ആയത് തന്നെ. ഇപ്പൊ ഈ ഫെബ്രുവരി 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് 3 മാസം കഴിയുമ്പോൾ കിട്ടണം. അപ്പൊ മാർച്ച് 8 മെയ് ജൂണിൽ ജൂലൈയിൽ കുഴപ്പമില്ല. പറഞ്ഞു പോയല്ലോ. അതിനായിരിക്കും കൂടുതൽ അച്ഛന്. കണ്ണേട്ടിന് ഞാനും വൻ കോമഡി ആട്ടോ. ഞങ്ങളുണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിയൊക്കെ പറയും, അതേപോലെ ഇതേപോലെ ഗോഷ്ടൊക്കെ കാണിക്കും. എന്തായാലും അവർ ഫുഡ് വെച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ടീമിനെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മൾ അവരൊക്കെ ഇരുന്നിട്ടുണ്ട്. നിഖിൽ ചേട്ടനും ചിക്കും കുഞ്ഞാവയും വിഷ്ണും നിതീഷ് ചേട്ടനും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആരംഭിച്ച് തുടങ്ങി. അപ്പോൾ ബീഫ് ഇഷ്ടമായെന്ന് പറഞ്ഞു എല്ലാവർക്കും. അമ്മയ്ക്ക് അപ്പോൾ സമാധാനമായി. കുറച്ച് കുരുമുളക് പൊടി വേണമായിരുന്നു, അതുകൂടി ചെന്നപ്പോഴാണ് ശരിയായത്. ഞാൻ പറഞ്ഞുകൊണ്ട് നന്നായി. രണ്ട് കുത്തുള്ള സാധനം ബൈ കുട്ടാ ചാറ്റാ കുട്ടൻ സർ നോക്കി പോട്ടച്ചാ ഭാര്യനെ. കുട്ടനെ ഉറക്ക ക്ഷീണാണ് കൂടുതല്, ഉറക്ക കൂടിയിട്ടുള്ള ക്ഷീണാണ് കൂടുതല്. ശരി അമ്മ.
ബൈ. ആ പറയാം. പ്ലേറ്റ് കണ്ടായിരുന്നൂടെ? ബാക്കിയുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടോ? പിടിക്കില്ലേ അച്ഛൻ സഞ്ജു മാമനെ കാണും. സഞ്ജു മാമൻ ഇതുപോലെ നിനക്ക് അതിന്റെ ഡയമണ്ടിന്റെ നീയേ കൊച്ചിലെ കാലത്തുമ്പോ സാധനം വെട്ടിക്കണം കേട്ടാ തുറ്റത്തുള്ളത്. ഈ ഫോട്ടോ സാധനം എത്ര കൊടുക്കണോ? പോവാ ഇറങ്ങോ ഞാൻ ഹാപ്പിനെസ് കുറച്ച് കൂടി പോയല്ലേ? മോളെ ചാച്ച നാളെ അടിപൊളിയായിട്ട് ഇത് മോളെ ചാറ്റാടാ. ഇളകി തുടങ്ങിയല്ല അവിടെ പറ്റി പെട്ടെന്ന്. ഗൈസ് അപ്പം എല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങായിട്ട് അപ്പോൾ കുറേ സ്ഥലത്ത് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല, ഡബ് ചെയ്തിട്ടില്ല. കാരണം ആ ഒരു സ്വാഭാവികത കളയാണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. ടാറ്റാ.